കഴിഞ്ഞ ദിവസം ശ്രീനിവാസന്റെ ചടങ്ങ് നടന്നപ്പോഴൊക്കെ തന്നെയും അവിടെ ഉടനീളം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ദിലീപ്. എന്നാൽ ദിലീപിന്റെ ഫോണിൽ കഴിഞ്ഞ ദിവസം കാവ്യ പോലും വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ലായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിഷമത്തിൽ അദ്ദേഹം ടൗൺ ഹാളിൽ ശ്രീനിവാസന്റെ ശരീരത്തിന് തൊട്ടടുത്ത് തന്നെ ഇരുന്നപ്പോഴും കാവ്യയുടെ ഫോൺ വന്നതും അസിസ്റ്റന്റ് ഉടനെ ദിലീപിന്റെ കയ്യിലേക്ക് കാവ്യയുടെ ഫോൺ നൽകുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. കാവ്യ ന്യൂ എന്ന് പറഞ്ഞായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിലീപ് ആ നമ്പർ സേവ് ചെയ്തിരുന്നത്. കാവ്യ ഇപ്പോൾ വിദേശത്താണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരുന്നു ശ്രീനിവാസന്റെ മരണാനന്തര ചടങ്ങിലൊന്നും തന്നെ കാവ്യയ്ക്ക് പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് കാവ്യ അവിടെ ചെന്നെടുത്ത പുതിയ സിമ്മാണ് ഇപ്പോൾ ദിലീപ് ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. കാവ്യ ന്യൂ എന്ന് കണ്ട ഉടനെ തന്നെ എല്ലാവരും കരുതി ദിലീപ് ഇപ്പോൾ ഫോൺ എടുക്കുമെന്ന്. എന്നാൽ ആ ഫോണ് മറച്ചു പിടിച്ച് സൈലൻ്റാക്കി കയ്യിൽ തന്നെ ഒതുക്കി വയ്ക്കുകയായിരുന്നു. ഒരു ഫോണും എടുക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ദിലീപ് എന്നതാണ് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ദിലീപ് പെട്ടെന്ന് കാവ്യയുടെ പേര് കണ്ടപ്പോൾ എടുക്കുമെന്ന് പലരും കരുതി. എന്നാൽ ആ മൃതശരീരത്തിന് എന്തുമാത്രം ബഹുമാനം കൊടുക്കുന്നുവെന്നും എന്തുമാത്രം ബഹുമാനാർത്ഥത്തോടെയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അവിടെ വരുന്നവരുടെ അടുത്ത് സംസാരിക്കുന്നതല്ലാതെ ഫോണിൽ ഒരു ചിത്രം എടുക്കാനോ അല്ലെങ്കിൽ ഫോൺ എടുക്കാനോ ഉള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ദിലീപ് എന്ന് അവിടെ ഇരുന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അത് കണ്ടപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് പറയാൻ തോന്നി എന്ന് കൂടി പറയുന്നുണ്ട്. ദിലീപ് അവിടെ എന്തുമാത്രം വിഷമത്തിലാണ് ഇരിക്കുന്നതെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഇരിക്കുന്നവരെല്ലാവരും അത്ര വിഷമത്തിലാണ് ഇരിക്കുന്നത്. പോസ്റ്റുകളെല്ലാം വളരെയധികം കൃത്യമായി തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ ദിലീപിന് എന്തുമാത്രം വിഷമമുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെയും പ്രിയപ്പെട്ട ശ്രീനിയേട്ടനാണ്. കാവ്യ ശ്രീനി അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ ദിലീപിന് ശീലം ശ്രീനിയേട്ട എന്ന് വിളിച്ചു തന്നെയാണ്. സിനിമ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സിനിമ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ദിലീപിനോടൊപ്പം നിൽക്കുന്നൊരു വ്യക്തി എന്ന് തന്നെ ശ്രീനിയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരെ പോലെയും സ്നേഹത്തോടെ ശ്രീനിയേട്ട എന്ന് വിളിച്ച് പോസ്റ്റും പങ്കുവച്ചിരുന്നു ദിലീപ്. സാധാരണ അധിക കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്ത ദിലീപ് തൻ്റെ സിനിമാ വിശേഷങ്ങൾ മാത്രമാണ് കൂടുതൽ സമയം പങ്കുവയ്ക്കാറുള്ളത്. പിന്നീട് ഇതുപോലെ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണമടയുമ്പോൾ അവരുടെ ചിത്രങ്ങളുമായിട്ടും ദിലീപ് എത്താറുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ദിലീപ് ഇപ്പോൾ ശ്രീനിക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും തൻ്റെ അക്കൗണ്ടിലൂടെ തനിക്ക് സംഭവിച്ച വേദനയാണ് എന്നും തനിക്ക് സംഭവിച്ച ദുഃഖത്തെക്കുറിച്ചും ദിലീപ് പറഞ്ഞെത്തിയിട്ടുണ്ട്. അതിലൂടെ തന്നെ ശ്രീനിവാസൻ എന്തുമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്നും അതുകൊണ്ട് തന്നെയാണ് കാവ്യയുടെ ഫോൺ പോലും എടുക്കാതെ ദിലീപ് അവിടെ ഉണ്ടായിരുന്നതെന്നും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോലും ചർച്ച ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുന്നുണ്ട്. കാരണം ദിലീപ് ഫോൺ പോലും എടുക്കാതെ ദുഃഖിതനായി അവിടെ കാണപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ വരുന്ന എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരോടും കാര്യങ്ങൾ പറയാനുമൊക്കെ ദിലീപ് മുൻപന്തിയിൽ തന്നെ ഇരുന്നുവെന്നും പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.